So hey guys, welcome back to my channel. അപ്പോൾ എല്ലാ പുതിയ യൂട്യൂബേഴ്സും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, എന്താണ് ഈ കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ എന്താണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, ഇത് നമ്മളുടെ ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കും കോപ്പിറൈറ്റ് ക്ലെയിമും എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഡിഫറൻറ്റ് കാര്യമാണ്, ഇത് സെയിം കാര്യമല്ല. എല്ലാവർക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം ആയിട്ട് അവർ വിചാരിക്കും. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് എൻ്റെ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ ഒന്ന് നോക്കാമെന്ന്. അപ്പോൾ ഞാൻ അവരോട് പറയും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം ആണ് എഴുതിയിരിക്കുന്നത്, കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നും അവരുടെ ചാനലിൽ വന്നിട്ടില്ല. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ അല്ലെങ്കിൽ ഫോട്ടോസോ വല്ല യൂസ് ചെയ്ത് അതിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. അപ്പോൾ നിങ്ങൾ തന്നെ ആ ഫോട്ടോയിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും പറയുവാണെങ്കിൽ അതിനകത്ത് കോപ്പിറൈറ്റ് ക്ലെയിം വരുമായിരിക്കും. ഇപ്പം നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആണെങ്കിൽ അതിൻ്റെ 40% വരുമാനം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം വന്നതിന് നേരത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ 100 വ്യൂസിൽ 50 ആഡ്സ് വരുവാണെങ്കിൽ ഇപ്പോൾ 100 വ്യൂസിൽ 5 ആഡ്സോ 10 ആഡ്സോ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വരുമാനം കുറയത്തേ ഉള്ളൂ. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ട് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ മോണറ്റൈസ് ആണെങ്കിൽ വരുമാനം കുറയും, വേറൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ 100 വട്ടം കോപ്പിറൈറ്റ് ക്ലെയിം വന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ചാനൽ വലുതായിട്ടൊന്നും അഫക്റ്റ് ഒന്നും ചെയ്യത്തില്ല. ഇതാണ് കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ എല്ലാവരും വിചാരിക്കാറുണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെയാണ്, പക്ഷേ കോപ്പിറൈറ്റ് ക്ലെയിം 100 വട്ടം വന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആണെങ്കിൽ നിങ്ങളുടെ വരുമാനം അധികമൊന്നും കിട്ടത്തില്ല, ആഡ്സ് കുറവേ വരത്തുള്ളൂ. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു കോപ്പിറൈറ്റ് ക്ലെയിം. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനെ പറ്റി സംസാരിക്കുകയാണ്, ഇത് കോപ്പിറൈറ്റ് ക്ലെയിമിനേക്കാളും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ ഞാനിപ്പോൾ ടി സീരീസിൻ്റെ തന്നെ ആ ഫുൾ സോങ് ഞാൻ എൻ്റെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കറിയാം ഞാനിപ്പോൾ ആ സോങ് അപ്ലോഡ് ചെയ്തതിന് എനിക്ക് വ്യൂസും കിട്ടും, അത് അവരുടെയും കൂടെ ഉള്ള ഹാർഡ് വർക്കാണ്. അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഇട്ടതിന് അവരെനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ ടി സീരീസ് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ അതേ ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ കരിക്കിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇട്ടു, അപ്പോൾ ഫുൾ വീഡിയോ അതേപടി കോപ്പി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ കരിക്കിൽ നിന്ന് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തെങ്കിലും ഫോട്ടോ എല്ലാം യൂസ് ചെയ്താലേ കോപ്പിറൈറ്റ് ക്ലെയിം വരത്തുള്ളൂ. നിങ്ങളിപ്പോൾ അതിനകത്ത് നിങ്ങളുടെ തന്നെയുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ക്രിയേറ്റിവിറ്റി ഉണ്ട് ആ ഫോട്ടോയ്ക്കകത്ത്, എന്നാലേ കോപ്പിറൈറ്റ് ക്ലെയിം വരത്തില്ല. ഇപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനകത്ത് നിങ്ങൾ ഫുൾ വീഡിയോ അവരുടെ തന്നെ കോപ്പി അടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫുൾ പാട്ട് അതിനകത്ത് ഇട്ടിരിക്കുകയാണ്, അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് 3 മാസത്തിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആവും അല്ലെങ്കിൽ ടെർമിനേറ്റ് ആവും. ഇപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് 100 ക്ലെയിം ആയാലും വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ഒന്നും ആകത്തില്ല, അങ്ങനെയൊന്നും ആ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കോപ്പിറൈറ്റ് സ്ട്രൈക്കിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഇപ്പോൾ 3 മാസത്തിനകത്ത് 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ഡിലീറ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അതുമെല്ലാം പോകും, നിങ്ങളുടെ ഫുൾ ചാനൽ തന്നെ പോകും. ഇതാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെയും കോപ്പിറൈറ്റ് ക്ലെയിമിൻ്റെയും ഡിഫറൻസ്. അപ്പോൾ നെക്സ്റ്റ് എല്ലാവരും ചോദിക്കാറുണ്ട് നമുക്ക് എങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം പലവരും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫേസ് ക്യാം വീഡിയോസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പണ്ട് എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 6 മാസമായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് 2-3 മാസം വോയിസ് ഓവർ വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പല കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ ഫേസ് ക്യാം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് ക്ലെയിമോ സ്ട്രൈക്കോ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ഫേസ് ക്യാം വീഡിയോസ് നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം ഇമേജസോ ടെക്സ്റ്റോ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ അതായിരിക്കും ബെസ്റ്റ് നിങ്ങൾ വോയിസ് ഓവർ വീഡിയോസ് ചെയ്യുവാണെങ്കിൽ. പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുവാണെങ്കിൽ നോൺ കോപ്പറേറ്റഡ് യൂസ് ചെയ്യുക, എല്ലാം നോൺ കോപ്പറേറ്റഡ് ഇമേജസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ കോപ്പറേറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും വരത്തില്ല. പിന്നെ നിങ്ങൾ മാക്സിമം ഇപ്പോൾ ടി സീരീസിൻ്റെ എല്ലാം പാട്ടിൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടാക്കിയ വീഡിയോസോ നിങ്ങളൊന്നും നിങ്ങളുടെ ചാനലിനകത്ത് ഇടരുത്. നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീഡിയോസ് വേണം ഇടാം, എന്നാലും നിങ്ങൾക്ക് ഈ കോപ്പറേറ്റ് സ്ട്രൈക്കും ക്ലെയിമും ഒന്നും വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു ട്രിക്കും കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾ കോപ്പറേറ്റ് ആക്ട് സെക്ഷൻ 107 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫെയർ യൂസിനാണ് ഇത് യൂസ് ചെയ്യുന്നതിന് ഇടുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് കോപ്പറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ്. നിങ്ങൾ അതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. കോപ്പറൈറ്റ് സെക്ഷൻ 107 ഇത് ഫെയർ യൂസാണ്. ഞാൻ ഈ ഇമേജസ് ഒന്നും യൂസ് ചെയ്യുന്നത്, ഞാൻ ആരെയും ഇത് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇടുക. അപ്പോൾ നിങ്ങൾ അതേപടി നിങ്ങളെ വീഡിയോസിനകത്ത് കോപ്പി ചെയ്യുക. അപ്പോൾ ഇതൊരു നല്ല ട്രിക്ക് അല്ലെങ്കിൽ ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാലും നിങ്ങൾ മാക്സിമം ഫേസ് ക്യാം യൂസ് ചെയ്യുക. ഇപ്പോൾ വോയിസ് ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ടെക്സ്റ്റോ ഇമേജസോ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ നോൺ കോപ്പറേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കോപ്പറേറ്റഡ് ഒന്നും യൂസ് ചെയ്യരുത്.
ഇമേജസ് ആയാലോ കോപ്പിറൈറ്റ് ഇമേജസോ മ്യൂസിക്കോ ഒന്നും യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ സെക്ഷൻ 107 കോപ്പിറൈറ്റ് ആക്ടിൻ്റെ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇടാൻ പറ്റും. ഫെയർ യൂസിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതും കൂടെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനകത്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ക്ലെയിം വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇത് നല്ല കാര്യം തന്നെയാണ്, നിങ്ങളുടെ വീഡിയോസിനകത്ത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒന്നും വരത്തില്ല. അപ്പോൾ ഇത് തന്നെയുള്ളതാണ് ഈ വീഡിയോക്ക്. ഞാൻ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, അതിൻ്റെ ഡിഫറൻസസ് പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം ഞാൻ അതും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.